മുതൽ മാറ്റിയ കേസിൽ ആന്റണി രാജു കുറ്റക്കാരൻ. ഒന്നാം പ്രതി KS ജോസും കുറ്റക്കാരൻ. ജഡ്ജി റൂബി ഇസ്മയിലാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. 6 വകുപ്പുകളിലാണ് കുറ്റക്കാരൻ. ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും തെളിഞ്ഞിരിക്കുകയാണ്. വ്യാജരേഖ ഉണ്ടാക്കിയതിനും തെളിവുണ്ട്. ഇപ്പോൾ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഇവിടെ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത്തരത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഒരു ഉപഹർജി പ്രോസിക്യൂഷൻ നൽകിയിട്ടുണ്ട്. 10 വർഷത്തിൽ അധികം ശിക്ഷ ലഭിക്കാവുന്ന ഒരു കേസാണിത്. പക്ഷേ മജിസ്ട്രേറ്റ് കോടതിക്ക് അതിൻ്റെതായ ചില പരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ളൊരു ഹർജി നൽകിയത്. ഇപ്പോൾ സ്വാഭാവികമായും മജിസ്ട്രേറ്റ് കോടതി ആ ഉപഹർജി പരിഗണിക്കുകയായിരിക്കും. അതിനുശേഷമായിരിക്കാം ഇത് സെഷൻസ് കോടതിയിലേക്ക് വിടണോ അല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങൾ ഏത് തരത്തിലാകും എന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദാംശങ്ങൾ ലഭ്യമാവുക, അല്ലേ? കോടതിയിലേക്ക് വിടേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായും നിയമവശങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ഗൂഢാലോചന തെളിഞ്ഞിരിക്കുന്നു. അതായത് ഈ കുറ്റകൃത്യം നടന്നതായി കണ്ടെത്തിയതിൽ 120B എന്ന് പറയുന്ന ഗൂഢാലോചന തെളിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒത്തുചേർന്ന് നടത്തിയ അതായത് IPC 34 പ്രകാരമുള്ള ഒത്തുചേർന്ന് നടത്തിയ ഒരു കുറ്റകൃത്യമെന്നും അതിന് 120B പ്രകാരമുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പിന്നീട് വഞ്ചന, അതുപോലെ തെളിവ് നശിപ്പിക്കൽ എല്ലാ വകുപ്പുകളും അതിനുണ്ട്. എങ്കിൽ കൂടി ഈ 120B എന്ന് പറയുന്ന ആ സെക്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗൂഢാലോചന എന്ന് പറയുന്നത്, ഈ കുറ്റകൃത്യവുമായി കണക്ട് ചെയ്യുന്നതിനുള്ള തെളിവുകൾ ലഭ്യമാകുക എന്നതാണ്. അതായത് ഈ കുറ്റകൃത്യത്തിൽ ഗൂഢാലോചന നേരിട്ട് പങ്കെടുക്കാതിരിക്കുകയും ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് തെളിയിക്കപ്പെടുകയുമാണെങ്കിൽ അത് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തു എന്ന് തന്നെയായി അതിനെ കണക്കാക്കാൻ സാധിക്കുകയും ഈ ഗൂഢാലോചന തെളിയിക്കപ്പെടുന്നതാണ് ഈ കുറ്റകൃത്യത്തിൻ്റെ പ്രധാന കുറ്റകൃത്യം അല്ലെങ്കിൽ പ്രധാന വകുപ്പുമായി ചേർത്ത് വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു കണക്റ്റിംഗ് ഫാക്ടറായി നിലനിൽക്കുക. അതുകൊണ്ട് തന്നെ 120B എന്ന് പറയുന്നത് തെളിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ വിശ്വാസവഞ്ചന എന്ന് പറയുന്ന സെക്ഷൻ 409 നിലനിൽക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത് ആന്റണി രാജു കൂടി ഗൂഢാലോചന നടത്തിയെന്ന് പറയുമ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കുറ്റകൃത്യം ചെയ്യുന്നതിനുള്ള ഒരു ഗൂഢാലോചനയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതിന് ആന്റണി രാജു സമ്മർദ്ദം ചെലുത്തിയെന്നോ അല്ലെങ്കിൽ അതിന് തയ്യാറായെന്നോ അതുമായി ഗൂഢാലോചന നടത്തി എന്നെല്ലാം തന്നെ തെളിയുന്നൊരു സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതാണ് ഈ അടുത്തുണ്ടായ ഒരു വളരെ പ്രധാനമായ ഒരു കേസിൽ ഈ കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നവർക്കും കുറ്റകൃത്യത്തിന് സമാനമായ ശിക്ഷ ലഭിച്ച സാഹചര്യമെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ ഈ 409 നിലനിൽക്കേണ്ട ഒരു വകുപ്പാണ്. 409 സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ വിശ്വാസവഞ്ചന 10 വർഷത്തിലേറെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു വകുപ്പാണ്. ആ വകുപ്പ് നിലനിൽക്കേണ്ട സാഹചര്യം 120B ഗൂഢാലോചന തെളിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായും അനുമാനിക്കേണ്ടത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയായിരിക്കാം പ്രോസിക്യൂഷൻ ഇപ്പോൾ ഹർജി നൽകുകയും ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ അപേക്ഷ നൽകുകയും ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 409 പ്രകാരമുള്ള 10 വർഷത്തിൽ മീതെയുള്ള കുറ്റകൃത്യം ശിക്ഷ വിധിക്കുന്ന സെഷൻസ് കോടതിയിലേക്ക് കേസ് മാറ്റേണ്ട നിയമപരമായ സാങ്കത്യം തന്നെയാണ് നിലനിൽക്കുന്നത്. സ്വാഭാവികമായും അത്തരമൊരു പ്രശ്നം ഉയരുകയാണെങ്കിൽ തീർച്ചയായും നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു തോതിലുള്ള ശിക്ഷ 3 വർഷത്തിൽ മീതെയുള്ള ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും നിയമസഭാംഗത്വം റദ്ദാകും. അത് സ്റ്റേ ചെയ്യാനുള്ള സാഹചര്യം 3 വർഷത്തിൽ കൂടുതൽ ശിക്ഷ വിധിക്കുകയാണെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിക്കില്ല എന്നൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. മാത്രമല്ല സെഷൻസ് കോടതി തീരുമാനമെടുക്കേണ്ട ഒരു കേസ് മറ്റൊരു കോടതിയിൽ തെളിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സെഷൻസ് കോടതി അക്കാര്യത്തിലൊരു അപേക്ഷ നൽകിയ സെഷൻസ് കോടതി ഇക്കാര്യത്തിലൊരു വിധി പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം ആന്റണി രാജുവിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിനെ വളരെയധികം പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, തിരുവനന്തപുരത്ത് നിന്നുള്ള MLA ആണ് അദ്ദേഹം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയം നേരത്തെ ഉണ്ടായിരുന്ന ഗതാഗത മന്ത്രിയായിരുന്നു. അതായത് വളരെ ഗൗരവമേറിയ പദവി കൂടി വഹിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഏറ്റവും നിർണായകമാണ് ഈ വിധി ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായും എന്നത് പ്രസക്തമാണ്. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ 120B ഇപ്പോൾ കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു കൂടി ചേരുകയാണ്. രേഷ്മ, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മുൻമന്ത്രി ആന്റണി രാജു കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രോസിക്യൂഷൻ ഒരു ഉപഹർജിയും സമർപ്പിച്ചിട്ടുണ്ട്. കാരണം 10 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമായതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് കോടതിക്ക് അതുമായി ബന്ധപ്പെട്ട ചില ശിക്ഷാവിധി പ്രസ്താവിക്കാനുള്ള ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നടപടിക്രമങ്ങൾ ഏത് തരത്തിലാകാനാണ് സാധ്യതയും? സുരേഷ്, ഞാൻ മനസ്സിലാക്കുന്നത് CJM കോടതിയിലേക്ക് ഈ ശിക്ഷാവിധി പ്രസ്താവിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ നിലവിൽ ഒരു ഉപഹർജി ഈ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ സമർപ്പിച്ചിട്ടുള്ളത്. കാരണം 10 വർഷത്തിൽ കൂടുതൽ തടവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷ പ്രസ്താവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ CJM കോടതിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ജൂറിസ്ഡിക്ഷൻ മാത്രമാണ് ഉള്ളത്. നിലവിൽ 10 വർഷത്തിൽ താഴെയുള്ളത് മാത്രമാണ് ഈ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയുടെ മുൻപിൽ വരുന്നത്. മജിസ്ട്രേറ്റ് കോടതിക്ക്
അത്തരമുള്ള ജൂറിസ്ഡിക്ഷൻ മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉപഹർജിയിൽ തുടർ നടപടികൾ ഉണ്ടാകും. എന്തായാലും CJM കോടതിയിലേക്ക് ഈ ശിക്ഷാവിധി പ്രസ്താവം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ മാറ്റണമെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ അടുത്ത ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം തന്നെ നേരത്തെ ഐസൺ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ ആന്റണി രാജുവിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിനെ തന്നെ ഒരു വെല്ലുവിളി ഉയർത്തുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ കേസ് കാര്യങ്ങളൊക്കെ തന്നെ എത്തിച്ചിരിക്കുകയാണ്. കാരണം ആന്റണി രാജു കുറ്റക്കാരനാണെന്നാണ് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. ഇനി ശിക്ഷ ഏത് എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഒരു തീരുമാനം ഉണ്ടാകാൻ ഇനിയുള്ള ഒരു സാഹചര്യമുള്ളൂ. അതിനു മുൻപ് തന്നെ ഈ കുറ്റക്കാരനാണെന്ന്, 2 പ്രതികളും കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇനി ആ ശിക്ഷ ഏത് വിധത്തിൽ, അതായത് നിലവിൽ ഈ പറയപ്പെടുന്ന വകുപ്പുകൾ പ്രകാരം, ചുമത്തപ്പെട്ട വകുപ്പുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തം തടവ് ശിക്ഷ തന്നെയാണ്. അതിൽ കുറവെന്ന് പറയുന്നത് 10 വർഷം വരെയോ അതുമല്ലെങ്കിൽ ജീവപര്യന്തം തടവോ, ഈ ഒരു ശിക്ഷയാണ് നിലവിൽ ഈ ഒരു വകുപ്പ്, ഈ ചുമത്തപ്പെട്ട വകുപ്പുകളിന്മേൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു ശിക്ഷ എന്ന് പറയുന്നത്. അതിൽ വിവിധ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വ്യാജരേഖ ചമച്ചു, അതോടൊപ്പം തന്നെ 120B ഗൂഢാലോചന, വഞ്ചന, അതോടൊപ്പം തന്നെ വ്യാജ തെളിവ് ഉണ്ടാക്കി ഈ പൊതുസേവകനായിട്ടുള്ള വ്യക്തി ഇത്തരത്തിൽ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വ്യാജ തെളിവുകൾ ഉണ്ടാക്കി കോടതിയെ കബളിപ്പിച്ചു. ഇതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ്, അതൊക്കെ തന്നെ തെളിഞ്ഞിട്ടുണ്ട്, സംശയാതീതമായിട്ട് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ 10 വർഷമോ അതുമല്ലെങ്കിൽ 10 വർഷത്തിൽ കൂടുതൽ, അതോടൊപ്പം തന്നെ ജീവപര്യന്തം തടവ്, ഇതാണ് ലഭിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ശിക്ഷ എന്ന് പറയുന്നത്. ഇതിൽ ഓരോ വകുപ്പുകൾക്കും ഓരോ ശിക്ഷ ഉണ്ടാകുമെങ്കിലും അത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നുള്ള രീതിയിലായിരിക്കും കോടതിയുടെ ഒരു വിധി പ്രസ്താവം ഉണ്ടാകുക എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. IPC സെക്ഷൻ 34, അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 34-ാം വകുപ്പെന്ന് പറയുന്നത് ജോയിന്റ് ലയബിലിറ്റിയാണ്. അതായത് ഒരു ക്രിമിനൽ ആക്ട്, അതായത് ഒരു ക്രിമിനൽ കാര്യം ചെയ്യണമെന്ന്, ഒരു ക്രിമിനൽ പ്രവൃത്തി ചെയ്യണമെന്ന് ഒരു ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ അതിൽ പങ്കാളിത്തം വഹിക്കുക, ആ ഒരു ജോയിന്റ് ലയബിലിറ്റി, കൂട്ടുത്തരവാദിത്തം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു കേസാണ് ഈ ആന്റണി രാജുവിൻ്റെ കേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആന്റണി രാജു ഈ കേസിൽ 2ാം പ്രതിയാണ്, ജോസ് ആണ് 1ാം പ്രതി. ഈ 2 പേർക്കും കൂട്ടുത്തരവാദിത്തം ഉണ്ട് എന്നുള്ളതാണ് കോടതിയിൽ പ്രോസിക്യൂഷന് സംശയാതീതമായിട്ട് തെളിയിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 120B ഗൂഢാലോചനയും തെളിയിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ 1ാം പ്രതിക്ക് കിട്ടുന്ന അതേ ശിക്ഷ തന്നെ 2ാം പ്രതിക്കും തന്നെ കിട്ടുമെന്നുള്ളതാണ് ഈ IPC 34 പ്രകാരം അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള എന്തായാലും തൊണ്ടി മുതൽ മാറ്റിയ കേസിലാണ് ആന്റണി രാജു MLAക്ക് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. 2ാം പ്രതിയാണ് കേസിൽ. ഈ കേസിൽ ആന്റണി രാജു MLA കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും ശിക്ഷാവിധിക്കായി കാതോർക്കുകയാണ് കേരളം എന്നുള്ളതാണ്.